വാങ്ങണ്ട 16. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് റിയേറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ഈ കണ്ടിട്ടുള്ള ഈ ഒരു റീലിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്, ഒരു മെമ്മറീസ് സ്കൂൾ കോളേജ് മെമ്മറീസിൻ്റെ ഒരു റീൽ. അപ്പോൾ ഈസി ആയിട്ട് നമുക്കത് മേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാനൊരു 8 വീഡിയോ ക്ലിപ്സും അതിൻ്റെ കൂടെ മ്യൂസിക്കും ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോൾ ഞാൻ മ്യൂസിക് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഡൗൺലോഡ് ചെയ്യാനുള്ളത് റീലായിരിക്കും, നിങ്ങൾ റീൽ ഡൗൺലോഡ് ചെയ്താൽ മതി. ഓക്കെ, എന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ഒരു ബോക്സിൽ ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തിട്ട് 9:16 എന്ന ആസ്പെക്ട് റേഷ്യോ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം പിന്നെ അടുത്ത് നമ്മൾ ഈ ചെയ്യേണ്ടത് പറയുന്നത്, ഇനി ആഡ് ചെയ്തിട്ടുള്ള ഈ ക്ലിപ്സുകൾക്കൊക്കെ നമ്മൾ സ്ലോമോ സെറ്റ് ചെയ്യലാണ്. അപ്പോൾ എല്ലാത്തിനും ഒരേ സെയിം സ്ലോമോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് സ്പീഡ് പോവുക, കർവ് പോയിട്ട് ഞാൻ ഈ വരക്കണ കറക്റ്റായിട്ടുള്ള ഈ ഒരു ഗ്രാഫ് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള 8 ക്ലിപ്സുകൾക്ക് നിങ്ങൾ ഈ ഒരു സെയിം ഗ്രാഫ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴത്തെ ഒരു ബോക്സിലെ സ്മൂത്ത് സ്ലോമോ സെലക്ട് ചെയ്തിട്ട് ബെറ്റർ ക്വാളിറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലിപ്സുകൾക്കും ഈ സെയിം ഗ്രാഫ് നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എല്ലാ വീഡിയോസിനും ആ ഒരു സ്ലോമോ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഗ്രാഫ് കറക്റ്റായിട്ട് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ ഇനി ചെയ്യുന്നത് പറയുന്നത്, ഇനി ആഡ് ചെയ്തിട്ടുള്ള 8 ക്ലിപ്സിൻ്റെ ഡ്യൂറേഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു മ്യൂസിക്കിനെ അനുസരിച്ച് സെറ്റ് ചെയ്തിരിക്കലാണ്. അപ്പോൾ ഒന്നാമത്തെ വീഡിയോൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ 3.8 സെക്കൻഡ്, കറക്റ്റ് നോട്ട് ചെയ്തോ. രണ്ടാമത്തെ വീഡിയോ കറക്റ്റ് 2 സെക്കൻഡ്. മൂന്നാമത്തെ വീഡിയോ 2.3 സെക്കൻഡ്. നാലാമത്തെ വീഡിയോ 2 സെക്കൻഡ്. അഞ്ചാമത്തെ വീഡിയോ 2.3 സെക്കൻഡ്. ആറാമത്തെ വീഡിയോ 2 സെക്കൻഡ്. പിന്നെ ഏഴാമത്തെ വീഡിയോ 2.1 സെക്കൻഡ്. പിന്നെ ലാസ്റ്റത്തെ വീഡിയോ 3 സെക്കൻഡ് ആയിട്ടാണ് വരിക. അത് നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ മ്യൂസിക് എൻഡ് ചെയ്യുന്നതിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ മ്യൂസിക്കിനനുസരിച്ച് കറക്റ്റ് ഇപ്പോൾ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം താഴത്തെ ബോക്സിൽ ആഡ് ഓവർലേ സെലക്ട് ചെയ്തിട്ട് നിങ്ങളൊരു പ്ലെയിൻ ആയിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് നിങ്ങളുടെ ഗാലറിയിൽ നിന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം വീഡിയോൻ്റെ സ്റ്റാർട്ട് ടു എൻഡ് നിങ്ങൾ ആ ഒരു ബ്ലാക്ക് ഇമേജിനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ മാസ്ക് വേണ്ട ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്തിട്ട് മിറർ സെലക്ട് ചെയ്തതിന് ശേഷം താഴത്തെ ഇൻവേർട്ട് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വേണ്ടതിനനുസരിച്ചിട്ട് ഈ ഒരു ബ്ലാക്ക് ബോർഡർ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യണത് പറയുന്നത്, ഈ ഫസ്റ്റത്തെ ക്ലിപ്പിലേക്ക് ഒരു ക്യാമറയുടെ ഒരു സൂം ചെയ്യുന്ന ഒരു എഫക്റ്റാണ് ആ ഒരു ഫസ്റ്റ് വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലത്തെ. പക്ഷേ എൻ്റെ ക്യാപ്കട്ടിൽ ആ ഒരു ക്യാമറ സൂം ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്കട്ട് സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ ആ ഒരു എഫക്റ്റ് പോയിട്ടുണ്ട്. പക്ഷേ അതിന് പകരം വേറൊരു മോഡൽ സാധനം അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിലിപ്പോൾ ഉള്ളത് പറയുന്നത് ഈ ഒരു റെട്രോ സൂം എന്നുള്ള ഒരു എഫക്റ്റാണ് ഒരു ക്യാമറയുടെ. അപ്പോൾ ഞാൻ ആ ഒരു റെട്രോ സൂം എന്നുള്ളത് ഇതാ ഫസ്റ്റത്തെ വീഡിയോ ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ക്യാപ്കട്ടിൽ കിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഇത് ജസ്റ്റ് ഒരു എഫക്റ്റായിട്ട് അങ്ങനെ ആഡ് ചെയ്തതാണത്. ഓക്കെ, അപ്പോൾ ഇനി ഇല്ല വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആ ഒരു എഫക്റ്റ് ഇപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഓരോ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ കഴിഞ്ഞിട്ട് കാണാം ഓരോ വൈറ്റ് ബോക്സ്. അവിടേക്കൊക്കെ നമ്മൾ ചെറിയൊരു ഷെയ്ക്ക് ചെയ്തിട്ടുള്ളൊരു ബ്ലർ ആഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു ട്രാൻസിഷനാണത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഷെയ്ക്ക് എഫക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് ഈ ഒരു വൈറ്റ് ബോക്സിൻ്റെ ഞാൻ ഈ ഒരു വെക്കണ പോലെ നിങ്ങൾ കറക്റ്റ് ആ ഒരു ഷെയ്ക്ക് എഫക്റ്റിൻ്റെ വൈറ്റ് ബോക്സിനടിയിൽ ഇട്ടിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് പോയിട്ട് അതിൻ്റെ സ്പീഡ് ഇൻറ്റൻസിറ്റി ഒരു 10% ആക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് റീപ്ലേസ് പോയിട്ട് ഒബ്ലിക്ക് ബ്ലർ എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ഞാൻ ഒബ്ലിക് ബ്ലർ സെർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെയ്യേണ്ടത് പറയുന്നത് ഒബ്ജക്റ്റ് പോയിട്ട് വീഡിയോ കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കീ ഫ്രെയിം കൊടുത്തിട്ട് സ്റ്റാർട്ടിലെ കീ ഫ്രെയിം കുറച്ച് കൊടുക്കുക. അതേപോലെ അതിൻ്റെ എൻഡിലെ കീ ഫ്രെയിം ഒന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബ്ലർ ഷേക്ക് എഫക്റ്റ് കിട്ടും. ഇനി ചെയ്യേണ്ടത് പറയുന്നത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ഈ ഒരു 2 എഫക്റ്റും ഇതേപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് നിങ്ങളിങ്ങനെ ഓരോ വൈറ്റ് ബോക്സിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് കൊടുക്കുക. ഓക്കെ, അങ്ങനെ ചെയ്യുന്ന പോലെ ഓരോ വൈറ്റ് ബോക്സിൻ്റെ അടിയിലിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു വൈറ്റ് ബോക്സിൻ്റെ അടിക്ക് ഇപ്പോൾ ആ ഒരു എഫക്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ഇവിടെ ഫിനിഷിംഗ് ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ഫസ്റ്റിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ആ ഒരു ക്യാമറയുടെ ആ ഒരു ഫ്രെയിം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ മൊബൈലിലെ ക്യാമറ ഉണ്ടാക്കി അടിയിൽ അതിൻ്റെ ഗാലറി റൊട്ടേറ്റ് ചെയ്യാനൊക്കെ ഓപ്ഷൻസ് കാണിക്കുമല്ലോ, ആ ഭാഗം നമുക്ക് ഈ ബ്ലാക്ക് ഇമേജ് മാസ്ക് ചെയ്ത് വെച്ചപ്പോൾ കാണാനില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റത്തെ ഈ ഒരു ബ്ലാക്ക് ഇമേജ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഫ്രെയിം ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും, കണ്ടോ? ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റീല് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് എക്സ്ട്രാ പിന്നെ നിങ്ങൾക്ക് വല്ല ഫിൽറ്റേഴ്സ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫിൽറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വല്ല ഗ്ലോ എഫക്റ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുക. അപ്പോൾ ഏകദേശം എഡിറ്റിംഗ് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ സ്ട്രക്ചർ. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് വേണ്ട പോലെ നിങ്ങൾ അതിൻ്റെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ വല്ല എഫക്റ്റ് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതൊക്കെ കൊടുത്തെടുക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അപ്പോൾ ഇതേ വീഡിയോ കാണാം. ഓക്കെ, ബൈ.